നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കട്ടോരി ബ്ലൗസ് ആണ്. കട്ടോരി ബ്ലൗസ് എന്ന് വെച്ചാൽ 3 ഡാർട്ടിന്റെ കട്ടോരി ബ്ലൗസ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. 1 ഡാർട്ട് ഉണ്ട്, 3 ഡാർട്ടും ഉണ്ട്. നമ്മൾ 1 ഡാർട്ട് എടുക്കുന്നില്ല, അത് അടുത്തതിൽ പഠിപ്പിച്ചു തരാം. ഇപ്പം ഞാൻ എടുക്കുന്നത് 2 ഡാർട്ടിന്റെ ആണ് കേട്ടോ. 2 അല്ല 3 ഡാർട്ടിന്റെ ആണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ബാക്ക് എടുക്കുകയാണ്. അപ്പം ലെങ്ത് തന്നേക്കുന്നത് 14 ഇഞ്ചാണ് ലെങ്ത്. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ 15 എടുത്തു. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പോകുന്നത്. ബാക്കിൻ്റെ കാര്യം നമുക്ക് കട്ടോരി ഫ്രണ്ടാണ് കറക്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത് എടുത്തു. ഓക്കെ, ഇനി അടുത്തത് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് എന്ന് പറയും. ചെസ്റ്റ് ബെസ്റ്റിലും ബെസ്റ്റ് ആണല്ലോ നമ്മൾ കൂടുതലാണല്ലോ എടുക്കുന്നത്. 39 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 10 കൂട്ടി 49 കിട്ടി. എന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 12 പോയിന്റ് സംതിങ് ആണ്. ഞാൻ 12 കാലാണ് എടുക്കുന്നത്. അപ്പോൾ വണ്ണം എടുക്കേണ്ടത് 12 കാലാണ്. ഓക്കെ, അത്ര എടുത്തു. അതിനുശേഷം ഇനി നമുക്ക് കഴുത്തകലം തോൾവീതി ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്ന 15 ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ കഴുത്തകലം എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ബാക്കാണ് 3 ഇഞ്ച് ആണ് എടുക്കുന്നത്. നമുക്ക് 2.5 എടുത്തിട്ടും താഴെ 3 ആക്കി കൊടുത്താലും മതി. 2.5 എടുക്കുക. എന്നിട്ട് നമ്മൾ 9 ഇഞ്ചാണ് നെക്ക് ലെങ്ത് വരുന്നത്. ലെങ്ത് 9 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ 3 കൊടുത്ത് കറക്റ്റ് ചെയ്യാം. 3 കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി, അങ്ങനെ എടുത്താലും മതി. ഓക്കെ, ഇത് വരുന്ന 2.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് കേട്ടോ. രണ്ടര. ലെങ്ത് 14. ഇത് നമുക്ക് 12.25. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ബ്ലൗസിൻ്റെ അളവിൽ നമുക്ക് എടുക്കാം കേട്ടോ. 12.25 അടയാളപ്പെടുത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നെക്ക് വിട്ടെടുക്കുകയാണ്. നെക്ക് വിട്ട് 3 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, ബാക്കിൽ 2.5 എടുത്തത് ഫ്രണ്ടിൽ 3 എടുത്താൽ അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല. തോൾവീതി രണ്ടും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഈ എടുക്കുന്നത് നമ്മൾ 2.5 എടുത്തത്, അത് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. ആം ഹോൾ നമ്മളെടുത്ത 6 ആണ്. എടുത്തിട്ട് 1/2 ഇഞ്ച് നമ്മളിവിടെ ഇറക്കി കൊടുക്കുക ചെയ്തു. ഇങ്ങനെ വന്നിട്ട് അര ഇഞ്ച് ഇറക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കട്ടോരിക്ക് വേണ്ടി എടുത്തിട്ടേക്കുന്ന ഫ്രണ്ടാണ്. ഓക്കെ, ഇതിന് നമ്മുടെ കഴുത്തിറക്കം എന്ന് പറയുന്നതിൻ്റെ 7 ഇഞ്ചാണ്. അതായത് ഈ ബ്ലൗസിൻ്റെ നെക്ക് ലെങ്ത് വരുന്നത് 7 ഇഞ്ചാണ്. അത് നമ്മൾ വരച്ചു കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ ബ്ലൗസിൻ്റെ മോഡൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ കട്ടോരി എങ്ങനെ എടുക്കുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ ഡാർട്ടൊക്കെ മാർക്ക് ചെയ്യുക. നമ്മുടെ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 10, ഇതിൽ വരുന്നത് 10.5 ആണ്. 10.5 ബെസ്റ്റ് പോയിന്റ്. ഓക്കെ, ബെസ്റ്റ് പോയിന്റ് വന്നു. അത് നമ്മൾ അടയാളപ്പെടുത്തി താഴേക്ക് വരച്ചു. നേരെ തന്നെ താഴേക്ക് വരയ്ക്കുക. ബെസ്റ്റ് പോയിന്റിൽ തന്നെ നിൽക്കണം കേട്ടോ. 2 ഇഞ്ച് ഇവിടെ വരച്ചു. ഡാർട്ട് പോയിന്റ് ഒക്കെ വരച്ചു. അപ്പോൾ ഇവിടുന്ന് ഡാർട്ട് പോയിന്റ് വരയ്ക്കുന്നതിന് മുമ്പ് ഈ അകലം നിങ്ങൾ എടുക്കണം കേട്ടോ. ഞാനിത് 4.5 എടുത്തേക്കണം. 4.25. 4.25 എടുക്കാം, 4 എടുക്കാം, 3.5 എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. പക്ഷേ ഇഷ്ടം പോലെ എടുത്തു വരുമ്പോൾ തെറ്റിപ്പോരുത് കേട്ടോ.
ആളുകളെ അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം. നമ്മൾ സാധാരണ എങ്ങനെയാണ് കട്ടോരി ബ്ലൗസ്, സോറി കട്ടോരി അല്ല, സാധാ ബ്ലൗസ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇതെടുക്കുമ്പോൾ ഈ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ അതുപോലെ 1.5 എടുക്കുക, 1.5 എടുക്കുക, 2 എടുക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ബ്ലൗസ് തയ്ച്ച് പഠിച്ചവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ 1.5 തന്നെ, തുടക്കക്കാരാണെങ്കിൽ 1.5 തന്നെ എടുക്കുക. ഇങ്ങനെ എടുത്തു. ഓക്കെ. ഇതാണ് നമ്മൾ ബ്ലൗസിന്റെ ഫ്രണ്ട് പാർട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് കട്ടോരി എടുക്കുന്നത് നോക്കാം. അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഇനി നമ്മൾ ഇതെടുക്കുമ്പോൾ ഇവിടുന്ന് എത്ര പോയിന്റ് ആണോ എടുത്തത്, ഇവിടുന്ന് എടുത്തത് ഞാൻ 4.25 ഈ 4.25 തന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് എടുക്കാം. 3.5 ആണെങ്കിൽ 3.5, 3.25 ആണെങ്കിൽ ഇങ്ങോട്ട് 3.25. അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്തത് 4.25. ആ 4.25 തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ എങ്ങനെ, ഇത് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ, സിമ്പിൾ വേയിലാണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങൾ ചോദിക്കാം ഇതെങ്ങനെ ഈ 4.25 ഇവിടെ വന്നു, ഇതിങ്ങനെ ഇവിടെ വന്നു. നമ്മൾ ബെസ്റ്റ് സെപ്പറേഷൻ ആണ് എടുത്തത്. നമ്മുടെ ഇവിടെ തയ്യൽ തുമ്പൊക്കെ കളഞ്ഞിട്ടാണ് ബെസ്റ്റ് സെപ്പറേഷൻ എടുത്തത്. പണ്ട് ആളുകൾ തയ്ക്കുന്നത് കണ്ടോ, ഇതിന്റെ സെന്റർ നോക്കി ഇങ്ങനെ മടക്കിയാണ് അവർ ഈ പോയിന്റ് കണ്ടിരുന്നത്. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ വേണ്ട, നമുക്കിപ്പോ ഇങ്ങനെ നോക്കാം. അപ്പൊ ഇവിടുന്ന് നമ്മൾ എത്ര ആണോ ബെസ്റ്റ് സെപ്പറേഷൻ എടുത്തത് ആ സെപ്പറേഷൻ തന്നെ ഇവിടെയും കൊടുക്കുക. ഓക്കെ. അതല്ലാതെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലെങ്ത് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഈ ഡാർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ചൂണ്ടുവിരലിന്റെ അകലം നീളമായിരിക്കും എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ എടുക്കേണ്ടത്. പക്ഷെ ഇതിൽ നമ്മുടെ ബെസ്റ്റ് പോയിന്റ് കറക്റ്റ് എടുക്കണം. നമ്മൾ ബെസ്റ്റ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ബ്ലൗസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തിയോ 1 ഇഞ്ച് താഴ്ത്തിയോ 1/4 ഇഞ്ച് താഴ്ത്തിയോ നമ്മൾ പോയിന്റ് വരയ്ക്കണമെന്നാണ്. പക്ഷെ ഈ ലെങ്ത് വരയ്ക്കണം. പക്ഷെ ഇപ്പൊ ഇതിൽ ചെയ്തേക്കുന്നത് ആ പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ ഇത് വരച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ബ്ലൗസിന്റെ ഇതെടുത്ത് വെച്ചിട്ട് ഈ വെസ്റ്റ് സെപ്പറേഷൻ എത്ര ആണോ അത് തന്നെ ഞാൻ ഇപ്പുറത്തേക്കും എടുത്തു. ഓക്കെ. ഇനി അതിനുശേഷം ചെയ്യേണ്ടത് ഈ കഴുത്തകലം, ഈ കഴുത്തിന്റെ അകലം നമുക്ക് 3 ഇഞ്ചാണ് വന്നേക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ, ചെസ്റ്റ് എന്ന് പറയുന്നത് 35 ആണ്. അതിന്റെ 12-ലെ ഒരു ഭാഗം കാണുക. 12-ൽ 1 എന്ന് പറയുമ്പോൾ 12, 3, 36. നമുക്ക് 3 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വരുന്നത് 3 ഇഞ്ചാണ്. ഇതുണ്ടോ, ഇവിടുന്ന് നമ്മൾ 3 ഇഞ്ച് ഈ റൗണ്ടിൽ ഇങ്ങനെ അളന്നെടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വരും. ഓക്കെ. ഇവിടെ ഇത് ചെസ്റ്റിന്റെ 12-ൽ 1 നമ്മൾ എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ സാധനം ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഉയർത്തിയെടുക്കാം കേട്ടോ. അതായത് നമുക്ക് ഈ ചെസ്റ്റിന്റെ 12-ൽ 1 കാണുമ്പോൾ ഇവിടെ ഒരു അപാകത പോലെ തോന്നുന്നു എങ്കിൽ നമുക്ക് ഇവിടുന്ന് 1/2 ഇഞ്ച് കൂടെ ഉയർത്തിയെടുക്കാം. അത് നമ്മളുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും നമുക്ക് വരില്ല. അപ്പൊ ഞാനിത് 1/2 ഇഞ്ച് ഉയർത്തിയാണ് എടുത്തേക്കുന്നത്. എടുത്തിട്ട് ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയും വരണം കേട്ടോ. നമുക്ക് അവിടെ ഡാർട്ട് ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ കണ്ടോ വരച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആം ഹോൾ ഉണ്ടല്ലോ, ഈ ആം ഹോളിന്റെ ഈ ഡാർട്ട്, അതായത് നമ്മൾ ഫ്രണ്ടിന്റെ ആം ഹോളിന്റെ ഡാർട്ട് പേപ്പർ പാറ്റേൺ എടുത്ത് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലൗസിൽ കട്ട് ചെയ്യാം. അതാവുമ്പോൾ സുഖമായിരിക്കും, നമുക്ക് ആം ഹോളിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല കേട്ടോ, ബുദ്ധിമുട്ട് വരുന്നില്ല. അതല്ല ഇങ്ങനെ തന്നെ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചാലും കുഴപ്പമില്ല. ആം ഹോൾ കുറച്ച് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ കട്ടോരി എടുത്തപ്പോൾ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്തത് ചെസ്റ്റിന്റെ 12-ൽ 1 എടുത്തു. അതെടുക്കുമ്പോൾ ഒരു ആ ലെവലിന് വ്യത്യാസം വരുന്നെങ്കിൽ 1/2 ഇഞ്ച് കൂടെ മുകളിലേക്ക് ഉയർത്തി നമുക്ക് എടുക്കാം. അത് ആ ഒരു പൊസിഷൻ കണക്കാക്കി എടുത്താൽ മതി. എന്നാലും അതിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ 12-ൽ 1. ഓക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു. കണ്ടല്ലോ, ഇത്രയും നമ്മൾ വരച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിന്റെ സെന്റർ പോയിന്റ്. ഓക്കെ. ഈ സെന്റർ പോയിന്റിന് നേരെ തന്നെ നമ്മൾ ഒരു വര കണ്ടോ, നേരെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരെ വരച്ചു. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നേരെ വരച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തുക, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഉയർത്തുക. ഓക്കെ. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കണ്ടോ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം
ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക്, ഒന്നുകിൽ 1.5 ഇഞ്ച് മുകളിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1/4 ഇങ്ങോട്ടും 1/4 ഇങ്ങോട്ടും എടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ കേട്ടോ. അതായത് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം, നമ്മളിപ്പോ ഒരു മോഡൽ തയ്ച്ചു, അടുത്ത മോഡൽ നമുക്ക് വേറെ രീതി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമ്മൾ അരയിഞ്ച് എടുത്തു, ഇവിടെ 1/4 എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1.5 എടുക്കാം. ഓക്കെ, ഇതാണ് ആ ഷേപ്പ് വന്നേക്കുന്നത് കണ്ടോ. അപ്പോൾ കട്ടോരിയുടെ 3 ഡാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മെയിൻ ഡാർട്ടാണ്, ഇത് ബാക്കി 2 ഡാർട്ട്. നമുക്ക് പീസുകൾ വരുന്നത് 3 പീസുകളായിട്ടാണ്, 1 2 3 ആയിട്ടാണ് ഫ്രണ്ട് പീസ് കിട്ടുന്നത്. മനസ്സിലായോ? ഇത് 1ാമത്തെ പീസ്, ഇത് 2ാമത്തെ പീസ്, ഇത് 3ാമത്തെ പീസ്. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കട്ട് ചെയ്യണ്ട, ഇത് കട്ട് ചെയ്യുക, ഇത് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്നിട്ട് അതിന്റെ തയ്യൽ തുമ്പ് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. സീം അലവൻസ് അതിനില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഷേപ്പ്. ഇനി നമുക്ക് ഈ പോയിന്റ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, അതിനുശേഷം ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 1.5 ഷേപ്പ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഇവിടെ 1.5 നമ്മൾക്ക് കട്ടായി പോകും. ഇവിടെ നമുക്ക് എത്ര കട്ടായാലും ഫ്രണ്ട് പ്രശ്നമില്ല. ഇവിടെ 1.5 കട്ടായി പോകുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഇതുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ 1.5 ഇവിടെ കുറവല്ലേ വരേണ്ടത്. അത് നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് 1.5 നഷ്ടപ്പെട്ടു. ഈ 1.5 നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ആ കളയുന്ന 1.5 നമുക്ക് ഇവിടെ കുറയ്ക്കണം. ഇവിടെ കുറച്ചില്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 1.5 ഇവിടെ അങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല ഇത് ഒന്നുകൂടെ ഷേപ്പ് വരണമെങ്കിൽ നമുക്ക് ഈ ഷേപ്പും നമുക്ക് ഒന്നുകൂടെ കൊടുക്കാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഷേപ്പ് അതായത് ഈ പീസിന് നമുക്ക് ഷേപ്പ് വേണേ കൊടുക്കാം. അപ്പൊ അത് പ്രശ്നമില്ല. നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ 1.5 നമുക്ക് ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കുമ്പോൾ ഈ പീസ് അധികം വരും. അധികം വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ആ തയ്ക്കുമ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇതേപോലെ നേരെ വരും, അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ചരിച്ചു കൊടുത്തുണ്ട്, ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ചരിച്ചുകൊണ്ട് ഇതിങ്ങനെ വരും. അപ്പൊ നമ്മളുടെ ബെൽറ്റ് പീസ്, അതായത് ഈ ബെൽറ്റ് പീസ് ഏതാണെന്ന് അറിയാമല്ലോ, അത് നമുക്ക് ഈ സൈഡ് കൂട്ടിയെടുത്താലും മതിയാവും. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഓരോന്നും പറഞ്ഞു തരുന്നതാണ്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ, പിന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് പറഞ്ഞു തന്നത് ഇവിടുത്തെ 1 ഇഞ്ച് കുഴപ്പമല്ല, ഇവിടെ ഈ 1.5 എടുത്തത് ഇവിടെ കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത്, അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടിയും കുറഞ്ഞും വരും കേട്ടോ. അപ്പൊ ഇതാണ് കട്ടോരി 2ന്റെ അപ്പൊ കട്ടിങ്. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം. ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചത് നിങ്ങൾക്ക് മാറിപ്പോകരുത്. അതുപോലെ തന്നെ ഇത് സൈഡ് പീസാണ്, സൈഡ്, ഇത് സെന്റർ ഫ്രണ്ട് CF ഇങ്ങനെ കൊടുക്കണം. ഇതും CF ഇങ്ങനെ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ, പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ, നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റാതെ വരും. അതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പീസുകൾ എടുക്കുന്നത് നമ്മൾ ക്രോസ് കട്ടിങ്ങിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്രോസ് ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നല്ല, നമുക്ക് കറക്റ്റ് ലെവലിൽ അത് കിടക്കണമെങ്കിൽ, നമ്മുടെ ബെസ്റ്റ് സൈസിന് കറക്റ്റ് ഫിനിഷിങ് കിട്ടി നല്ല രീതിയിൽ അതാവണമെങ്കിൽ നമ്മൾ ഇത് ക്രോസ് കട്ടിങ്ങിലാണ് തുണിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. തുണിയിൽ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇത് കട്ട് ചെയ്യണ്ടേ, ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മളിങ്ങനെ കട്ട് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പിടണം. ഇട്ടില്ലെങ്കിൽ ഈ കഴുത്തങ്ങ് കൂടിപ്പോവും, കേറിയിരിക്കും കഴുത്ത് കേട്ടോ. അപ്പൊ അതൊരു വൃത്തികേടാണ്, അപ്പൊ അത് പാടില്ല. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ബ്രായുടെ കട്ടിങ് ആണ്. നമുക്ക് ഇതൊക്കെ അങ്ങനെ അതും ചെയ്യാം. പിന്നെ മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാവുന്നതാണ്.
അപ്പൊ നമ്മൾ ഇത് നോക്കുക, അത് കണ്ടോ, ഇത് കറക്റ്റ് ആണോ നോക്കിക്കേ. ഇങ്ങനെ നമ്മൾ ഇതിന് തയ്യൽ തുമ്പ് വരും, ചേർത്ത് വരുമ്പോൾ ഈ പീസിന് വീണ്ടും മിസ്റ്റേക്ക് കുറവ് വരുന്നു. അപ്പൊ ഇത് നമ്മളിങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. എന്നാൽ പോലും ഇതിൽ വ്യത്യാസം വരും. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അത് തയ്ച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അതിനാണ് ഞാനത് നേരത്തെ തന്നെ പറയണത്. നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഇത് ഇവിടെ കണ്ടോ കണ്ടോ, ഇവിടെ കുഴപ്പം വരും. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പൊ ഇത് കണ്ടല്ലോ, ഇതും നിങ്ങൾ ക്രോസ് പീസ് ആണ് എടുക്കേണ്ടത്, ഇതും ക്രോസ് പീസ് ആണ് എടുക്കേണ്ടത്. ഇത് ക്രോസ് പീസ് നമുക്ക് വേണ്ട, ഇത് നേരെയുള്ള പീസ്. അതുപോലെ തന്നെ ഇവിടെ തയ്യൽ തുമ്പിട സീം അലവൻസ് ഇവിടെ ഇട്ട് കൊടുക്കണം. സീം അലവൻസ് ഇവിടെ വേണം, സീം അലവൻസ് ഇവിടെ വേണം. ഓക്കെ, കണ്ടോ, ഇവിടെ 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 ഇവിടെ. അപ്പോ ഞാൻ സീം ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് വേണ്ടത് സീം, എസ്. ഇവിടെയും സീം വേണം, ഇവിടെയും സീം വേണം, ഇവിടെ സീം വേണം, ഇവിടെയും സീം വേണം. ഓക്കെ, ഇങ്ങനെ സീം ഇട്ടാണ്, സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തുണിയിൽ നോക്കാം. തുണിയിൽ ഈ പീസും ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നെക്ക് കഴുത്തൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ചെറിയ ഷേപ്പ് ഒക്കെ കൊടുക്കും. ഇതിന് അതിന്റെ ആവശ്യം വരില്ല. കാരണം ഇത് നമുക്ക് വൈഡായിട്ട് ഇരുന്നില്ലെങ്കിൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. ഒരു ഭംഗിയില്ല, ഉണ്ടാവില്ല. അപ്പൊ വൈഡ് നെക്കായിരിക്കണം. നിങ്ങൾ ഇവിടെ കൂട്ടി തയ്ക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുത്ത നെക്ക് തന്നെ വരണം, അല്ലെങ്കിൽ ഒന്നുകൂടെ വൈഡാക്കി കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ. കട്ടോരിക്ക് അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. നല്ല ബ്ലൗസാണ്, തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്ത തുണിയിൽ നമുക്ക് ഇനി ഫ്രണ്ട് എടുക്കാം. ഫ്രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യണം. നമുക്ക് ഇത് എടുക്കണേ, കട്ടൊരു ബ്ലൗസാണ്, കഷ്ണങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അറിയാവുന്നവർക്ക് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തൊരു ഇതിട്ടിട്ട് ആരും ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായില്ല അതിനെക്കുറിച്ച് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഞാനിനി അടുത്ത ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. കാരണം നമുക്കത് എവിടെ നിന്നെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ സ്ലീവ് നമുക്ക് ബുദ്ധിമുട്ടാണ് കിട്ടാൻ കേട്ടോ. അപ്പം നമുക്കത് എടുത്തിട്ട് അത് കട്ട് ചെയ്യാം. ലെങ്ത് കുറവാണ്, ഇത്രയും മതി. ഞാൻ സ്ലീവും കൂടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് എടുക്കേണ്ടത് ഫ്രണ്ട് പീസാണ് അല്ലേ. ഫ്രണ്ട് പീസിൽ ആദ്യം ഞാൻ എടുക്കാൻ പോണത് ഈ പീസാണ്. അതായത് കണ്ടോ, ഈ പീസാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിന് ലൈനിങ് വേണ്ടാത്തതാണ് കേട്ടോ. അവർക്ക് ലൈനിങ് വേണ്ട. അപ്പൊ പിന്നെ ഞാൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ. കസ്റ്റമറിന്റെ ആണ്. അപ്പൊ അതിങ്ങനെ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തയ്യൽ തുമ്പിടേണ്ടതാണ്. ഇവിടെ ഒന്നും തയ്യൽ തുമ്പ് വേണ്ട. ഇവിടെ വേണമെങ്കിൽ ഇത്തിരി പീസ് അധികം കിടന്നോട്ടെ, കാരണം നമുക്ക് തികയാതെ വരണ്ട. ആംഹോള് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിലെ ഇതിൽ തന്നെ നമ്മൾ സ്ലാഷ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അത് നിങ്ങൾക്ക് അറിയണം, കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ പീസ് വെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ടോ, ഇതിങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം മതിലിൽ ഈ പീസ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ഒട്ടും പീസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ വേണ്ട. ഓക്കെ, നമുക്കിതിൽ നിന്ന്
ബെൽറ്റ് പീസ് വെട്ടേണ്ടതാണ്. ക്രോസ് കട്ടിങ് ആണ് വരേണ്ടത്. അപ്പോൾ ക്രോസിൽ കണ്ട, ക്രോസ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടല്ലോ, നമുക്ക് തുണി നഷ്ടപ്പെടുത്താനില്ല. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ. ഞാനത് ഓർഡർ അനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ അല്ല, നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ. ഞാൻ ആ ബെൽറ്റ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ബെൽറ്റ് പീസ് എന്ന് പറയുമ്പോൾ ഇത് ബാക്കിന്റെ പീസാണ് ഇത് വരുന്നത്. കണ്ടോ, ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ 12.5 എടുത്തത്. അപ്പൊ നമുക്ക് 10 മതി കേട്ടോ. 10 ഇഞ്ച് മതി ഇതിന്റെ. ഓക്കെ, കറക്റ്റ് 10. എന്ത് കൃത്യമായിട്ടാണ് ഞാൻ എടുത്തത് നോക്കി. ഞാനൊരു 4.5 എടുക്കുന്നത്. നമുക്ക് ഈ സൈഡിലല്ല ഫ്രണ്ടിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എടുക്കാം കേട്ടോ. കട്ടോരി അതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ബെൽറ്റ് പീസ് എടുക്കും. ഇനി നമുക്ക് ഇതെടുക്കാം ക്രോസിന്. ഇതിങ്ങനെ ക്രോസ് കട്ട് ഇവിടെ പീസില്ല. കണ്ടോ, ഇത് നമുക്ക് വരച്ചെടുക്കാം. ഇതിന്റെ കഴുത്തിന്റെ ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് കട്ടിങ് കൊടുക്കണ്ട. ഇതും അതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ 2 പീസ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ തുണി നമുക്ക് നഷ്ടമാക്കരുത്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പാകത്തിനായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് ആദ്യമേ ഞാനത് സ്ലീവ് വെട്ടുന്നതിന് മുമ്പേ അത് കട്ട് ചെയ്ത് കാണിച്ചിട്ട് വേണമായിരുന്നു സ്ലീവ് വെട്ടാൻ. അതെൻ്റെ മിസ്റ്റേക്കാണ്. അടുത്ത ബ്ലൗസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ചെറിയ കഷ്ണത്തിൽ നിന്ന് പോലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ സീം കൊടുക്കേണ്ടതാണ്. സീം കൊടുക്കേണ്ടിടത്തൊക്കെ സീം കൊടുത്ത് വേണം വരയ്ക്കാൻ കേട്ടോ. വരച്ചില്ലെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൂട്ടി കട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സീം കൊടുക്കണ്ട കേട്ടോ. ഇവിടെ സീമിന്റെ ആവശ്യമില്ല. ഇവിടെ സീം വേണം. ഇവിടെയും സീം വേണം. ഇവിടെ ആ പോയിന്റ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, ഈ ഡാർട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് തയ്ക്കാൻ സുഖമാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് സെന്റർ കട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് അടിക്കുമ്പോൾ നമ്മൾ ആ അറ്റം വരെ, ഒത്തിരി അറ്റം വരെ പോവരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കട്ട് ചെയ്തു. അത് വെച്ചു. ഇനി അടുത്തത് ഇവിടെ നമ്മൾ സീം അലവൻസ് കൊടുക്കേണ്ടതാണ്. എൻ്റെ കൂടെ ഇങ്ങ് പോരുന്നു പിന്നെ എടുത്തിട്ട്.
ഓക്കെ, ഇനി നമുക്കത് ക്രോസ് പീസിനും അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം കെട്ടി വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ, തയ്ക്കാൻ. അപ്പോൾ നമുക്ക് തയ്യലുമായിട്ട് ഞാനിനി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമല്ലോ. ഇത്രയാണ് പീസുകൾ. ഈ ഡാർട്ട് നമ്മൾ കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാട്ടിത്തരാം. ഓക്കെ, ബൈ. അപ്പം നമുക്ക് വീണ്ടും കാണാം.